നമസ്കാരം, ആശയാണ്. നമ്മുടെ ഫാർമസിയിൽ കൂടുതലായിട്ടും ഈ കോളോ ബാഗ് വാങ്ങാൻ വരുന്ന പേഷ്യൻസിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അവർക്ക് ആ കോളോ ബാഗിൻ്റെ യൂസേജിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ വേണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കോളോ ബാഗിൻ്റെ യൂസേജിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ കരുതിയിട്ട് വന്നതാണ്. കോളോ ബാഗ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ റെക്ടൽ ക്യാൻസറോ ഈനസിൽ ക്യാൻസറോ ഒക്കെയുള്ള പേഷ്യൻസിനാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വെറുതെ കോളോ ബാഗ് അല്ലെങ്കിൽ അത് പേസ്റ്റ് വെച്ച് ഒട്ടിച്ച് വെക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ പ്രൊസീജിയർ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ഈ കോളോ ബാഗിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു സ്റ്റെറൈൽ കോട്ടണും ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡിസ്റ്റിൽഡ് വാട്ടറും സ്റ്റെറൈൽ കോട്ടണും യൂസ് ചെയ്ത് സ്റ്റോമയുടെ ചുറ്റുമുള്ള ആ പെരിസ്റ്റോമൽ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഈ മെഷർമെൻറ്റ് ഗൈഡ് ഇത് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരില്ല. സ്റ്റോമയുടെ അളവ് ഒന്നുകിൽ ഓവൽ ആവാം അല്ലെങ്കിൽ റൗണ്ട് ആവാം. ഓവൽ ആണെങ്കിലും റൗണ്ട് ആണെങ്കിലും ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോമയുടെ അളവെടുക്കുക. അളവെടുത്തതിന് ശേഷം ആ ഒരു അളവ് എത്രയാണ് ഇതിലൊരു മെഷർമെൻ്റ് ഉണ്ട്, എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തതിന് ശേഷം ഈ ബാഗ് എടുക്കുക. ഇത് 1 പീസാണ്, 1 പീസ് ഓസ്റ്റമി ബാഗാണിത്. ഈ ഒരു പോർഷൻ ബാഗിൻ്റെ പോർഷൻ നമ്മളിങ്ങനെ ബാക്കിലേക്ക് വലിച്ചു പിടിക്കുക. അത് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അതിനുശേഷം ഈ മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്ന പോർഷൻ ഇങ്ങനെ കറക്റ്റ് ഈ റൗണ്ട് കറക്റ്റിൽ വരുന്ന രീതിയിൽ എടുക്കുക. ഒരു കർവ്ഡ് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഞാനിത് ഈ ഒരു സിസേഴ്സ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഒരു സിസേഴ്സ് യൂസ് ചെയ്ത് സ്റ്റോമയുടെ അളവിനനുസരിച്ചിട്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അരിക് ഭയങ്കര ഷാർപ്പായിട്ട് സ്റ്റോമയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാവരുത്. ഈ ബാഗ് ഫിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു ബാരിയർ ക്രീം അപ്ലൈ ചെയ്യണം. പിക്ചേഴ്സ് കൂടി ഒന്ന് നോക്കിയേക്കണേ. ഈ ഒരു ആ പോർഷനെ മോയ്സ്ചറൈസ് ചെയ്യാനും അവിടെ ഉണ്ടാകുന്ന സ്കിൻ ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ അലർജീസ് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ബാരിയർ ക്രീം യൂസ് ചെയ്യുന്നത്. ബാരിയർ ക്രീം നമ്മൾ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ സോഫ്റ്റായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം അതിൽ എക്സസ് ആയിട്ട് ആ ഒരു 3 മിനിറ്റ് നമ്മളതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു പോർഷനിൽ എക്സസ് ആയിട്ടുള്ള ക്രീം കോട്ടൺ കൊണ്ട് തന്നെ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇതിൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുക. കോളോ ബാഗിൻ്റെ പേസ്റ്റ് ഉണ്ട്, ഇതാണ് പേസ്റ്റ്. ഈ പേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ബാഗ് ഫിറ്റ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഓപ്പണിംഗ് പോർഷൻ താഴെയായിരിക്കണം. ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ താഴെയായിരിക്കണം ഓപ്പണിംഗ് പോർഷൻ. എന്നാൽ മാത്രം താഴെയോ അല്ലെങ്കിൽ സൈഡിലേക്കോ ഒരിക്കലും ഓപ്പണിംഗ് പോർഷൻ മുകളിലേക്കാവാൻ പാടില്ല. നൈറ്റിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫുഡ് കഴിക്കുന്നത് ഒരു 7 മണിക്കാണെങ്കിൽ ഒരു 10 മണിക്ക് കിടന്നുറങ്ങുക. 10 മണിക്കാണ് കിടന്നുറങ്ങാൻ പ്ലാൻ ഉള്ളതെങ്കിൽ ഒരു 7 മണിക്ക് ഫുഡ് കഴിച്ചാൽ ആ 10 മണിക്കുള്ളിൽ ഈ കഴിക്കുന്ന ഫുഡിൻ്റെത് ഈ ഒരു സിസ്റ്റത്തിൽ നിറഞ്ഞോളും. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റിൽ ഇത് ക്ലീൻ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പേസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതിനുശേഷം ഇത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ബ്രാവ ടേപ്പ് വെച്ച് 2 സൈഡും സീൽ ചെയ്യേണ്ടത്. ഇപ്പോൾ സീൽ ചെയ്ത് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാഗിൻ്റെ 1/3 പോർഷൻ ആകുമ്പോൾ തന്നെ ഇത് മാറ്റണം. ഫുള്ളാവാനായിട്ട് നിൽക്കരുത്. ഫുള്ളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫുള്ളായി കഴിഞ്ഞിട്ട് ഇത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബ്രാവ ടേപ്പ് പറഞ്ഞു, പേസ്റ്റ് പറഞ്ഞു, ഇത് പറഞ്ഞു, എല്ലാം ഈ ഒരു 1 പീസ് ഓസ്റ്റമി ബാഗിൻ്റെ യൂസേജ് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി 2 പീസ് ഓസ്റ്റമി ബാഗ് ഉണ്ട്. 2 പീസ് ഓസ്റ്റമി ബാഗിൽ വരുന്നത് വേഫറും പിന്നെ ഒരു ബാഗുമാണ്. ഇതാണ് റിമൂവൽ സ്പ്രേ. ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിമൂവൽ സ്പ്രേ അപ്ലൈ ചെയ്തിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. നല്ല റിമൂവൽ സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളിത് റിമൂവ് ചെയ്യാൻ. സ്റ്റോമയ്ക്ക് കോട്ടൺ തട്ടുകയോ പെരിസ്റ്റോമൽ ഏരിയയ്ക്ക് ഡാമേജ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മളവിടെ ചെയ്യാൻ പാടില്ല. അതാണ് മെയിനായിട്ടും സൂക്ഷിക്കേണ്ടത്. കാരണം വൺസ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. നമുക്കത് കണ്ടു നിൽക്കുന്നവർക്ക് അത്ര അത് മനസ്സിലാവണം എന്നില്ല. സോ ആ ഒരു പെരിസ്റ്റോമൽ ഏരിയ ബൈസ്റ്റാൻഡർ വളരെയധികം സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ഡബിൾ പീസ് ഓസ്റ്റമി സിസ്റ്റം. ഇതാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ സിംഗിൾ പീസ് ഓസ്റ്റമി സിസ്റ്റം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാനുണ്ട്. മോയ്സ്ചറൈസറായിട്ട് ബാരിയർ ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു സൈഡിലായിട്ടാണ് മെഷർമെൻറ്റ് വരുന്നത്. ആ ഒരു പോർഷനിൽ സ്റ്റോമയുടെ അളവിന് കട്ട് ചെയ്തെടുക്കുക.
അതിനുശേഷം ഇത് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബാഗ് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഈ ലോക്ക് കണ്ടോ, ഈ ലോക്ക് ദാ ഇതിലേക്ക് വീഴുന്ന രീതിയിൽ, ലോക്ക് ആവുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് കൂടെ ഒന്ന് റെഫർ ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഫാർമസിയിലെ നമ്പർ 0477299055 ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. HLLൻ്റെ നമ്മുടെ ഫാർമസിയിൽ കോളോപ്ലാസ്റ്റിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഏറ്റവും ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. ഏറ്റവും വിലക്കുറവിൽ കോളോപ്ലാസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഫാർമസിയിൽ തന്നെയാണ്. അപ്പോൾ ഫാർമസി 24 ഹവേഴ്സും ഫാർമസി വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ നിങ്ങളുടെ ഹെൽപ്പിനായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. പേസ്റ്റ് യൂസ് ചെയ്യുക, ബാരിയർ ക്രീം യൂസ് ചെയ്യുക. ബാരിയർ ക്രീം മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. കാരണം പെരിസ്റ്റോമൽ ഏരിയ ഒരു കേടും കൂടാതെ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനും ആവാതിരിക്കാനായിട്ടും അതിനൊരു മോയ്സ്ചറൈസേഷൻ കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാരിയർ ക്രീം യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു കോളോപ്ലാസ്റ്റിൻ്റെ പൗഡർ കിട്ടും. ആ പൗഡർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പൗഡർ ഇതാ ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണിച്ചിട്ടുണ്ട് താഴെ. പൗഡർ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഏരിയ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് കംഫർട്ടബിൾ ആക്കി വെക്കാനും വേണ്ടിയിട്ടാണ് പൗഡർ. അവിടുത്തെ ഈർപ്പം വലിച്ചെടുക്കുക എന്നുള്ളതാണ് മെയിൻ അതിൻ്റെ ഇൻറ്റൻഷൻ. ബാരിയർ ക്രീം അപ്ലൈ ചെയ്ത് അത് റിമൂവ് ചെയ്യുമല്ലോ. ആഫ്റ്റർ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്രീം റിമൂവ് ചെയ്യുന്ന സമയത്ത് ആണ് പൗഡർ അപ്ലൈ ചെയ്യാറുള്ളത്. മെയിനായിട്ട് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഈ ഒരു പെരിസ്റ്റോമൽ ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോളോ അതുപോലെയുള്ള കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റെറിലൈസ്ഡ് കോട്ടൺ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്തെടുത്ത സ്റ്റെറൈൽ കോട്ടണിൽ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിപ്പ് ചെയ്തല്ലാതെ നമ്മൾ ആ ഒരു പെരിസ്റ്റോമൽ ഏരിയ ക്ലീൻ ചെയ്യാനേ പാടില്ല. ആ ഒരു ഏരിയ അത്ര സെൻസിറ്റീവാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ആ ഒരു ഏരിയ അത്ര സെൻസിറ്റീവാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ആശ.